അല്ല, അത് അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ, ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത്. അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? ഒരു പ്രശ്നമില്ല. ഈ CPM എന്തെങ്കിലും പറഞ്ഞോ? ഒരു കുഴപ്പമില്ല അവർക്ക്. രാജ്ഭവനിൽ എന്തോ ആവാം, മനസ്സിലായില്ലേ? അപ്പം രാജ്ഭവൻ RSSന്റെ ആസ്ഥാനമാക്കി മാറ്റാൻ പാടില്ല. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അവിടെ നാട്ടിലെ RSSകാർ വന്ന് പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഡിഫൻസ് എക്സ്പെർട്ടുകളെ കൊണ്ട്, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ആളുകളാണ്. പേടിയാണ് ഇവർക്ക്. ഗവർണറെ കുറിച്ച് പറയാൻ പോലും പേടിയാണ്. അത് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാകാൻ പാടില്ല. ഞങ്ങൾ വി മേഡ് ഇറ്റ് വെരി ക്ലിയർ, നോ മോർ ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സുധാകരേട്ടൻ പറഞ്ഞ എന്താണെന്ന് ഞാനും കേട്ടു. അതാവുന്നല്ലോ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെയും എല്ലാവരും പറയുന്നതിന് മറുപടി ഞാൻ പറയണം. വി മേഡ് ഇറ്റ് വെരി ക്ലിയർ. നോ 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 UDF ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല അതിനെപ്പറ്റി. എന്നോട് ചോദിക്കാൻ വേണ്ട. അതിനൊന്നും എനിക്ക് മറുപടിയില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചോ? മുഖ്യമന്ത്രിയെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി വല്ല മറുപടിയും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരു മറുപടിയില്ല. ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ്. എല്ലാ ചർച്ചയുടെയും വാതിലുകൾ ഞങ്ങൾ അടച്ചു. ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. അല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഞാൻ ഒരു കമന്റും അതിനെ സംബന്ധിച്ച് പറയില്ല. നിങ്ങൾ തല കുത്തിയെന്ന് എൻ്റെ കിട്ടില്ല. എനിക്ക് എന്തെല്ലാം രസകരമായ മറുപടികൾ ഇപ്പൊ പറയാൻ പറ്റുമായിരുന്നു. എന്തെല്ലാം വേറെ ആരും വീണുപോയനെ. ഇതുപോലത്തെ മനോഹരമായ ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാനല്ലാതെ വേറെ ആരുമാണെങ്കിലും വീണുപോയനെ. അത്ര മനോഹരമായ ചോദ്യമോ ഉത്തരം എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്. പക്ഷെ ഞാൻ പറയില്ല. ഞാൻ ഒരു വീണില്ല.